കോഴിക്കോട് വടകര മുക്കാളിയിൽ മലയിടിഞ്ഞിട്ട് 1 മാസമാകുന്നുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകട കാരണം. സുരക്ഷയ്ക്കായി ഉപയോഗിച്ച സോയിൽ നെയിലിംഗ് സംവിധാനം പരാജയപ്പെട്ടു. അതിതീവ്ര മഴയിൽ വെള്ളമിറങ്ങി കോൺക്രീറ്റ് ആവരണം തകർന്നാണ് മണ്ണിടിഞ്ഞത്. മുക്കോളിയിലെ ബദൽ സുരക്ഷാഭിത്തി നിർമ്മാണവും വൈകുകയാണ്. സുനോജ് തോമസ് വിവരങ്ങളുമായി. സുനോജ്, ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് അധികം ദൂരമില്ലല്ലോ വടകരയിലെ സാഹചര്യവും അപകടകരമായ സാഹചര്യം. അവിടെ ഒരു തവണ മലയിടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആളപായമൊന്നും ഉണ്ടായില്ലല്ലോ. എന്താണിപ്പോൾ അവിടുത്തെ ഒരു പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് വിവരങ്ങൾ എങ്ങനെയാണ്? സ്മൃതി, ഷിരൂരിൽ അപകടമുണ്ടായ ദേശീയപാത 66 അതേ ദേശീയപാതയാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടി കടന്നു പോകുന്നത്. കാസർഗോഡ് ജില്ല വഴി കണ്ണൂരെത്തി കോഴിക്കോട് വഴി കടന്നു പോകുന്ന ദേശീയപാത. ആ ദേശീയപാതയിൽ വടകര മുക്കാളിൽ ഈ മാസം 1-ാം തീയതിയാണ് ഈ കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വകാട് കമ്പനിയാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള സ്ട്രെച്ചാണ് വകാട് കമ്പനി നിർമ്മിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഏകദേശം 18 മീറ്റർ ഉയരമുള്ള വലിയ കുത്തനെ ഇടിച്ചു താഴ്ത്തിയാണ് ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് റോഡിന് വീതി കൂട്ടിയിരിക്കുന്നത്. നേരത്തെ സ്മൃതി ചോദിച്ചിരുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നോ എന്ന്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഒഴിവായത്. കാരണം ഈ പ്രദേശത്ത് ഷിരൂരിൽ കണ്ടതുപോലെയൊക്കെ തന്നെ വാഹനങ്ങൾ, ടാങ്കർ ലോറിയും ചരക്ക് ലോറിയൊക്കെ തന്നെ നിർത്തുന്ന സ്ഥലമായിരുന്നു. രാവിലെ 8 മണിക്കാണ് ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നത്. ആ സമയത്ത് ഭാഗ്യത്തിന് ഹൈവേ ദേശീയപാത 66 തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് ഒരു വണ്ടി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ നാട്ടുകാർ അന്ന് റോഡ് മുഴുവൻ ഉപരോധിച്ചു. ഏകദേശം 8 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ഇതുവരെയായിട്ട് ഒരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല. ശാസ്ത്രീയമായി പഠിക്കുന്നു, വിദഗ്ധമായി ഇവിടെ സംരക്ഷണ ഭിത്തി കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. മണ്ണ് പോലും എടുത്തു മാറ്റിയിട്ടില്ല. മഴയായതുകൊണ്ട് എടുത്ത് മാറ്റിയില്ലെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കാണുന്ന രീതി എന്ന് പറയുന്നത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ഈ മല കുത്തനെ ഇടിച്ചു താഴ്ത്തുന്നു. അതിനുശേഷം ഈ മണ്ണിലേക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാം, ഈ രീതിയിലുള്ള ഒരു ആണി അടിച്ചു കയറ്റി, ഏകദേശം 1 മീറ്ററോളം ദൂരത്തിൽ ആണി അടിച്ചു കയറ്റി സ്ക്രൂ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കും. അങ്ങനെ മുറുക്കിയ ശേഷം നെറ്റിട്ട് അതിലേക്ക് സിമൻറ്റ് കോൺക്രീറ്റ് മിശ്രിതം മെഷീൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയും ഈ ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം, ചെറിയൊരു പൈപ്പ് കാണാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് കൊടുക്കും. ഇതുവഴി വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറിയിരുന്നു. നിരവധി വീടുകളുണ്ട്. എൻ്റെ തലയ്ക്ക് മുകളിൽ, തൊട്ട് മുകളിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മുറ്റം ചേർന്നാണ് ഈ കുന്ന് ഇടിഞ്ഞു പോയിരിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ടായ സമയത്ത് ആ വീട്ടുകാരെ താൽക്കാലികമായി ദേശീയപാത അതോറിറ്റി തന്നെ വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ ഈ കുന്നോളം വെള്ളമുണ്ട്. അതായത് ഈ കുന്ന് നിറയെ വെള്ളമാണ്. ഈ അതിതീവ്ര മഴയിൽ ഈ കുന്ന് മുഴുവൻ വെള്ളം കുടിച്ചിരിക്കുകയാണ്. ആ വെള്ളം പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെയാണ് ഇത് ഇടിഞ്ഞു വീണിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി അതൊന്ന് തൊട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഷ്ടകാലത്തിന് അത് ഇടിഞ്ഞു വീണാൽ നമ്മളും അപകടത്തിൽപ്പെടാം. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ കനം ഞാൻ പറയാത്തത്. ഏകദേശം ഒരു 4-5 ഇഞ്ച് കനം മാത്രമാണ് ഈ കോൺക്രീറ്റ് മിശ്രിതത്തിനുള്ളത്. ഇത് വെച്ചാണ് ഈ മല മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിണ്ട് കീറിയ നിലയിൽ കാണുന്നുമുണ്ട്. അതെ, വിണ്ട് കീറി കിടക്കുകയാണ് പല സ്ഥലം. ഈ തകർന്ന ഭാഗമല്ല, ഇനി ബാക്കിയുള്ള ഭാഗത്തും വിണ്ട് കീറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് മടപ്പള്ളി ഭാഗത്തൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഇതേ രീതിയിൽ നിർമ്മിച്ച ഭാഗങ്ങളൊക്കെ തന്നെ മല ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഏകദേശം 4-5 ഇഞ്ച് മാത്രം കനത്തിലാണ്, ശരിക്കും പറഞ്ഞൊരു മുട്ടത്തോട് പോലെയാണ് ഈ മല ഇടിച്ച് താത്തിയ ശേഷം കോൺക്രീറ്റ് മിശ്രിതം വെച്ച് പൊതിഞ്ഞിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമാണെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു എഞ്ചിനീയറുടെ കൂട്ടായ്മയുണ്ട്. അതേ ദേശീയപാത സാങ്കേതിക പൗരസമിതിയുണ്ട്. അവരൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞത് ഇത്ര വലിയ സംവിധാനമാണ്, ധാരാളം എഞ്ചിനീയർമാരുള്ള സംവിധാനമാണ്, എന്നിട്ട് പോലും നമ്മുടെ മണ്ണിൻ്റെ ഘടന പഠിക്കാതെ, ഭൂമിശാസ്ത്രം പഠിക്കാതെ ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ നിർമ്മാണം നടത്തിയത്. നമുക്ക് ഇവിടെയുള്ള എഞ്ചിനീയർമാരോട് തന്നെ ചോദിക്കാം. മോഹനൻ സാറാണ്, ഇദ്ദേഹം റിട്ടയർഡ് എഞ്ചിനീയറാണ്. സാറേ, എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ ഈ നിർമ്മാണത്തിന്? ഒന്ന്, നമ്മൾ ഇത്തരം സംഗതികൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് സംസാരിച്ച് പരിഹാരം കാണുന്നതിന് പകരം ഇത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മുൻകൂട്ടി തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആരുടെയും ഒരു സഹായം അവർ തേടുന്നില്ല. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ വേണ്ടത് വലിയൊരു പഠനം നടത്തിയ ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം മണ്ണിൻ്റെ ഘടന, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്ത്, ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ മണ്ണിന് ഇത് അനുയോജ്യമാണോ
എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്ന നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് അത് ഇതിന് മുകളിലാണ്. ഈ ഭൂഗർഭ ജലനിരപ്പ് മുകളിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഷിരൂറൊക്കെ കണ്ട മാതിരി വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഒഴുകി താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ട് ഇത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സോയിൽ നെയിലിംഗ് അല്ല. സോയിൽ നെയിലിംഗ് ആണെങ്കിൽ അത് IS കോഡ് പ്രകാരം അതിന് 16680 1999 എന്നൊക്കെ പറഞ്ഞ IS കോഡുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുണ്ട്. യഥാർത്ഥത്തിൽ ഈ സോയിൽ നെയിലിംഗ് തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, 30 വർഷമായിട്ടുള്ളൂ. ആസ്ട്രേലിയയിലാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ നാഷണൽ ഹൈവേ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇതിന് ഒരു 2015 ഇതിൽ പിന്നെ ഒരു ഉത്തരവ് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. 14007 എന്നാണ് ആ ഗൈഡ് ലൈൻ്റെ പിന്നെ അന്തസത്ത. പക്ഷേ അത് പ്രകാരമല്ല ഇവിടെ ചെയ്തിരിക്കണേ. യഥാർത്ഥത്തിൽ ഇത്തരം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്നുകിൽ ഈ വെള്ളമുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് സിമന്റ് ഇട്ടിരിക്കുന്നത്? ഇവിടെ വിണ്ട് കീറിയ മലയ്ക്ക് മുകളിൽ സിമന്റ് ഇട്ടുകൊണ്ട് ഈ വിണ്ട് കീറിയ പാതക്കരികിലെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വടകര, കൊയിലാണ്ടി, മുക്കോളി പലയിടത്തും ഈ പ്രശ്നം മണ്ണിടിഞ്ഞ് വീണ സാഹചര്യമുണ്ടായി. ദേശീയപാത 66 മുക്കോളി, മടപ്പള്ളി, കുന്നിയൂർ മലയടക്കമുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നേരിട്ട് നിവേദനം നൽകി. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഷുറൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നിവേദനം നൽകിയത്. ഈ റോഡുകളുടെ ചിത്രം എടുത്ത് നൽകിക്കൊണ്ടാണ് നിവേദനം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി വിശദീകരണം തേടിയ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്.